എടായി പ്രാതയായി എന്തൊരു മാമാ ചുമ്മാ എടാ പ്രാതയായി എന്തൊരു മാമ പെട്ടെന്ന് വെള്ളം ഉണ്ടെങ്കിൽ പറ എനിക്ക് പോണം. അയ്യോ പെട്ടെന്ന് പറയാകൂല. അങ്ങനെയാണെങ്കിൽ നീ പോക്കോ. നിങ്ങൾ പറ എന്തിനാ രാവിലെ വീട്ടിൽ വന്ന് അന്വേഷിച്ചത്? തേങ്ങ വെട്ടാൻ വേണ്ടി ആളിനെ നിർത്തിയ കാര്യം തന്നെ കറഞ്ഞൂടാ ഇന്ന്. അറിയാം. നീ ഒരു കാര്യം ചെയ്യ്, ആ തേങ്ങ അത്യാവശ്യമുള്ളത് വീട്ടിൽ നിന്റെ മാമിയെ കൊണ്ട് കൊടുത്തിട്ട് കുഞ്ഞിരാ പണിക്കര അവിടെ അത്യാവശ്യം കുറച്ച് തേങ്ങ എടുത്ത് ആട്ടാൻ പറയുന്ന. ശരി, ബാക്കി വിലയിട്ടെടുത്തോളാൻ പറ. വേറെ വല്ലതും വേണോ? വേറെ ഒന്നും വേണ്ട, ഇത്രയും പറഞ്ഞാൽ മതി. ഇന്നത്തെ ദിവസം നടക്കൂല മാമ. അതെന്തൊരു പറ്റി? നിന്റെ കാലിന് എന്തൊരു പറ്റിയാടാ? കാലിനൊരു കുരുവില്ല. നാളെയോ മറ്റന്നാളോ അത് ചെയ്യാം. എടാ നീ ഒരു ആട്ടോ പിടിച്ച് പോടാ. എന്റെ മാമ ആട്ട പിടിച്ച് പോണ കാര്യമല്ല പറഞ്ഞത് ഞാൻ. പിന്നെന്തായാലും നോട്ടി. ഇന്നത്തെ ദിവസം എന്തായിരുന്നു നിങ്ങൾ പറയും? ഇന്നത്തെ ദിവസം ബുധനാഴ്ച. മാമ ആഴ്ചയല്ല ഞാൻ ചോദിച്ചത്. പിന്നെന്തരേ? ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം തന്നെ ബുധനാഴ്ച. മാമ അതല്ല, ഇന്നത്തെ ഡേ എന്തിനാ ഡേ? ഓ ഡേ എന്തായിരുന്നാ? ഓ ഇന്ന് വെഡ്നസ്ഡേ. മാമ വെനസ്ഡേ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ പറയണല്ലേ? ആ മാമ അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ യാത് ഇന്നത്തെ ഡേ. അത് തന്നെ ഞാൻ പറഞ്ഞു, വെഡ്നസ്ഡേ. മലയാളത്തിൽ പറയുമ്പം ബുധനാഴ്ച. എന്റെ മാമ ഇന്നത്തെ തീയതി എന്തിന്? തീയതി 1-ാം തീയതി തന്നല്ല. ആ അതിനൊരു മാറ്റമില്ലല്ലോ. ഒരു മാറ്റവും ഇല്ല. ഏത് മാസം? മാസം മെയ് മാസം. എങ്ങനെ? മെയ് മാസം. അപ്പൊ 1-ാം തീയതി മെയ് മാസമാണെന്ന് അറിയാല്ല. ആ അതാണ് ഞാൻ ചോദിച്ചത്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തിരുന്ന്? ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ബിവറേജും ഇല്ല, ബാറും ഇല്ല. അതാണ് നിന്റെ പ്രശ്നം. മാമ ബാർ ബിവറേജും ഇല്ലാത്ത കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്തൊരു നോട്ടിയടാ? അതെല്ലാവർക്കും അറിയാം 1-ാം തീയതി ബാർ ബിവറേജ് ഒന്നും ഇല്ലെന്ന്. പിന്നെന്തരാണ് പറ്റിയത്? മാമ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയല്ലേ ഞാൻ ചോദിച്ചത്. പ്രത്യേകത ഇന്നലെ ചൊവ്വാഴ്ച ആകുമ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ബുധനാഴ്ച. പോയി അങ്ങോട്ട് നിങ്ങളുടെ വല്ല പറഞ്ഞു കൊടുത്താൽ എനിക്ക് ശരിയാവും. ഞാൻ പോ സമയം നിങ്ങൾ കാര്യം പറയും. നീ എന്തര എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലേ? മാമ ഇന്നത്തെ ദിവസം 1-ാം തീയതി തന്നെ, മെയ് 1 തന്നെ. 1-ാം തീയതി തന്നെ. അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്തരാണോ എന്താ എനിക്ക് അറിഞ്ഞൂടാ. മാമ തൊഴിലാളികളുടെ ദിനമല്ലേ, തൊഴിലാളി ദിനം. എടാ ചെറുക്ക, അതിന് തൊഴിലാളി ആയവർക്കല്ലേ അതിന് തൊഴിലാളി തന്നെ. നിനക്കെന്തര് ബെൻഡ്രവാളി അടിച്ചു നടക്കണ? നിനക്കെന്തര് ധനം? മാമ അപ്പൊ ഞാൻ തൊഴിലാളി അല്ലേ? എവിടെന്ന്? ഉദാഹരണത്തിന് നിങ്ങൾ എന്നെ ജോലിക്ക് വിളിക്കുമ്പോ വിളിച്ച് ഞാൻ വന്ന് ജോലി ചെയ്താ നിനക്ക് ശമ്പളം തരണുണ്ടല്ലേ? മാമ ശമ്പളം തരപ്പോ നിങ്ങൾ ആര്, ഞാൻ ആര്? ഞാൻ നിന്റെ മാമനും നീ എന്റെ ചേടാറിനും. മാമ അവിടെ ചേടാറിനും മരുമോനൊന്നും ഇല്ല മാമ. പിന്നെ ആര്? ഞാൻ നിന്റെ മച്ചമ്പി ആറ്റ് വരുവോ? മച്ചമ്പി മരുമോനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്തരാടാ പറയടാ കഥ? മാമ നിങ്ങൾ ശമ്പളം തരുമ്പോ നിങ്ങൾ മുതലാളി, ഈ ജോലി ചെയ്യണം ഞാൻ തൊഴിലാളി. അപ്പൊ തൊഴിലാളിന്റെ ദിനമല്ലേ ഇന്ന്. അപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ പാടില്ല മാമ. ഓ അതാണ് തൊഴിലാളി ദിനം. ഞാൻ മുതലാളിയും നീ തൊഴിലാളിയല്ലേ? ഓ അയ്യോ മാമ അത് ആലോചിച്ചില്ലടാ. ഞാനേ നാളെ മറ്റന്നാളെ വന്ന് അത് ചെയ്യാം. എന്നടാ എന്നാ? നാളെ മറ്റന്നാളെ വല്ലതും ചെയ്യാതെ തേങ്ങ വെട്ടിക്കാം. നീ നാളെയും വരണ്ട, മറ്റന്നാളും വരണ്ട. അടുത്ത ആഴ്ച മതിയാ? നീ ഒരു ദിവസവും എൻ്റെ അവിടെ ജോലിക്ക് വരണ്ട. എന്തിനു മാമ? ഒരു ദിവസവും നീ എൻ്റെ അവിടെ ജോലിക്ക് വരണ്ട. അപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കും മാമ? ജീവിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ടടാ. എന്തിനു മാർഗം മാമ? പറയും മാമ. രാവിലെ ഒരു തോർത്തും എടുത്തും വെച്ച് നേരെ ഏതെങ്കിലും കോവിലിന്റെ നടയിൽ ചെന്ന് ഇരിക്കണം. എന്തിനു മാമ? അപ്പോഴത്തേക്ക് നിനക്ക് ജോലി കിട്ടൂ. ജോലി നീ എന്നെ കണ്ടുപിടിച്ചോളണം. അതെങ്ങനെ മാമ? ഓരോരുത്തർ തൊഴുതോണ്ട് ഇറങ്ങുമ്പം അമ്മ മാമ എന്തെങ്കിലും തരണേന്ന് പറയുമ്പം അവരെന്തെങ്കിലും നക്കാപ്പിച്ച് ആ തോർത്തിലിട്ടും വെച്ച് പോകും. നിങ്ങൾ എന്തിനാ പറഞ്ഞു? ഒന്നും കൂടെ പറയും. നിങ്ങൾ നിനക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യവും ഇല്ല, ആഗ്രഹവും ഇല്ല. പിന്നെ തെണ്ടി തിന്നേണ്ടവൻ എന്നായിരുന്നാലും തെണ്ടി തന്നെ തിന്നോണ്ടിരിക്കണം. എന്തൊരു മാമ നോട്ടി.